يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കണമെന്ന് സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി ശരിയായ മുഅ്മിനായി മുസ്ലിമായി ജീവിക്കുവാനും മരിക്കുവാനും സ്വർഗത്തിൻ്റെ അഹ്ലുകാരായി തീരാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ സൂറത്തുൽ അഅല, വിശുദ്ധ ഖുർആനിലെ 87-ാമത്തെ സൂറത്തുൽ അഅലയുടെ തുടക്കമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആ സൂറത്തിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ അവതരണ പശ്ചാത്തലവും വിശ്വാസികൾ അതുമായി സ്വീകരിക്കേണ്ട സമീപനവും എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ വല്ലദീ അഖ്റജൽ മർഅ ഫജഅലഹു ഗുസാഅൻ അഹ്വ സനുഖ്രിഉക ഫലാ തൻസാ ഇല്ലാ മാ ശാ അല്ലാഹ് ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ وَنُيَسِّرُكَ لِلْيُسْرَى فَذَكِّرْ إِن نَّفَعَتِ الذِّكْرَى سَيَذَّكَّرُ مَن يَخْشَى وَيَتَجَنَّبُهَا الْأَشْقَى الَّذِي يَصْلَى النَّارَ الْكُبْرَى ثُمَّ لَا يَمُوتُ فِيهَا وَلَا يَحْيَى قَدْ أَفْلَحَ مَن تَزَكَّى وَذَكَرَ اسْمَ رَبِّهِ فَصَلَّى بَلْ تُؤْثِرُونَ الْحَيَاةَ الدُّنْيَا وَالْآخِرَةُ خَيْرٌ وَأَبْقَى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. അതിൽ ഒന്നാമത്തെ വചനമാണ്, ആയത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അത്യുന്നതനായ നിന്റെ റബ്ബിൻ്റെ നാമത്തെ നീ വാഴ്ത്തുക, പ്രകീർത്തനം ചെയ്യുക എന്ന്. അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. ഈ റബ്ബിൻ്റെ പ്രത്യേകതകൾ, എന്തുകൊണ്ട് നമ്മൾ റബ്ബിനെ തസ്ബീഹ് ചെയ്യണം, തസ്ബീഹ് ചെയ്യാനുള്ള യോഗ്യത, അർഹത എന്താണ് റബ്ബിന്. അല്ലദീ ഖലഖ ഫസവ്വ, സൃഷ്ടിക്കുകയും ശരിപ്പെടുത്തുകയും ചെയ്തവനായ നിന്റെ റബ്ബ്. അപ്പൊ റബ്ബിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു യോഗ്യത, അർഹത എന്ന് പറഞ്ഞത് സൃഷ്ടിപ്പ് നൽകി എന്നതാണ്. ആ സൃഷ്ടിപ്പ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സൃഷ്ടിപ്പിന്റെ പരിപൂർണതയാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്. അല്ലദീ ഖലഖ ഫസവ്വ, എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും എന്നിട്ട് അതിനെ ശരിയാക്കി ഓരോന്നിനും ആവശ്യമായ രൂപത്തിലുള്ള സൃഷ്ടിപ്പ് നൽകി ശരിപ്പെടുത്തി എന്നാണ് അല്ലദീ ഖലഖ ഫസവ്വ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. വലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയാണ് മനുഷ്യൻ. ആ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, വലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം.
മനുഷ്യനെ ഏറ്റവും നല്ല രൂപത്തിലുള്ള, ഏറ്റവും സുന്ദരമായ രൂപത്തിലാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. മനുഷ്യ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ചു നോക്കുമ്പോഴും അതിൽ തൻ്റെ സൃഷ്ടാവിൻ്റെ ഔന്നിത്യത്തിന് തെളിവായി, സൃഷ്ടാവിൻ്റെ ഉന്നതിക്ക് തെളിവായി, സൃഷ്ടാവിനെ എന്തുകൊണ്ട് നമ്മൾ പ്രകീർത്തനം ചെയ്യുന്നതിന് തെളിവായി ധാരാളം ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ചുറ്റുപാടിലുള്ള കോടാനകോടി സൃഷ്ടിജാലങ്ങളുണ്ട്. ആ സൃഷ്ടിജാലങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ നമ്മളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച്, നമ്മുടെ സ്വന്തം ശരീരത്തെ സംബന്ധിച്ച് ഒന്ന് ചിന്തിച്ച് ആലോചിച്ചാൽ തന്നെ അള്ളാഹുവിനെ എന്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം എന്നുള്ളതിന് കൃത്യമായ ഒരു ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ടാണ് നിന്റെ അത്യുന്നതനായ നിന്റെ റബ്ബിന്റെ നാമത്തെ നീ പ്രകീർത്തനം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ പ്രകീർത്തനം ചെയ്യാനുള്ള സൗകര്യം അല്ലെങ്കിൽ കഴിവ് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളും റബ്ബിനെ സ്തുതികളെ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന്. മനുഷ്യന് പ്രത്യേകമായി അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള സൃഷ്ടിജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ നൽകിയിട്ടുണ്ട്. ആ കഴിവുകൾ നൽകപ്പെട്ട മനുഷ്യൻ പ്രത്യേകിച്ച് അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്യണം. ആ പ്രകീർത്തനം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് മനുഷ്യൻ അള്ളാഹു നാവ് നൽകി, സംസാരശേഷി നൽകി. ആ സംസാരശേഷി കൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുക, അള്ളാഹുവിന്റെ നാമത്തെ വാഴ്ത്തുക, പ്രകീർത്തനം ചെയ്യുക എന്നത് മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ്, കടമയാണ്. എന്തുകൊണ്ട്? നമ്മളെ ഈ രൂപത്തിൽ സൃഷ്ടിക്കുകയും ശരിപ്പെടുത്തുകയും ചെയ്ത് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നവനാണ് നമ്മുടെ റബ്ബ്. നമ്മളെ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ കാര്യത്തെ സംബന്ധിച്ചും അതിലേക്ക് ചിന്തിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന രൂപത്തിലുള്ള നിരവധി ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ സുമ്മ സ്തവാ ഇലസ് സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാതിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഈ ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളെയും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചവനാവുന്നു അവൻ അല്ലാഹു. സുമ്മസ്തവാ ഇലസ്സമായി, എന്നിട്ട് അവൻ ആകാശത്തിലേക്ക് തിരിഞ്ഞു. ഫസവ്വാഹുന്ന സബ്അ സമാവാതിൻ, എന്നിട്ട് അതിനെ 7 ആകാശങ്ങളായി ശരിപ്പെടുത്തി എന്ന. അല്ലദീ ഖലഖ ഫസവ്വ ഫസവ്വാഹുന്ന സബ്അ സമാവാതിൻ. ഈ ഒരു തസ്വീയത്ത്, ഈ ഒരു സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഒരു ശരിയായ രൂപം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ എല്ലാറ്റിലും ഉണ്ട്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്, മനുഷ്യന്റെ സൃഷ്ടിപ്പിലുണ്ട്, മറ്റുള്ള ജന്തു സൃഷ്ടിജാലങ്ങളുടെ സൃഷ്ടിപ്പിലുണ്ട്. എല്ലാറ്റിലും ആ ഒരു തസ്വീയത്ത് അള്ളാഹു ശരിപ്പെടുത്തി എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും. ഒന്നുകൂടി ഉള്ളിലേക്ക് ചെന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വഖ്തഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. വനഫ്സിൻ വമാ സവ്വാഹ, മനുഷ്യന്റെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും ഭാഗവുമായ നഫ്സ്, ആ ആത്മാവിനെ തന്നെയാണ് സത്യം, നഫ്സിനെ തന്നെയാണ് സത്യം. വമാ സവ്വാഹ, അതിനെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തിയവൻ അള്ളാഹു തന്നെയാണ് സത്യം. എന്താണ് നഫ്സ്? മനുഷ്യ ശരീരത്തിലെ ഒരു വലിയ പ്രതിഭാസമാണ് നഫ്സ് അല്ലെങ്കിൽ റൂഹ് എന്നൊക്കെ പറയുന്ന ഈ സംവിധാനം. എന്താണെന്ന് നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത, നിർവചിക്കാൻ കഴിയാത്ത, അള്ളാഹുവിന്റെ കഴിവുകളിൽപ്പെട്ട, അള്ളാഹുവിന്റെ അറിവുകളിൽപ്പെട്ട, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ മാത്രം പെട്ടതായ ഒരു വിഷയമാണത്.
അത് മാത്രം എടുത്തുകൊണ്ട് മനുഷ്യന് ചിന്തിക്കാനും പഠിക്കാനുമുള്ള ധാരാളം വിഷയങ്ങളുണ്ട്. എന്താണ് മനുഷ്യന്റെ റൂഹ്, എന്താണ് മനുഷ്യന്റെ നഫ്സ്, ആത്മാവ് എന്താണ്? ശാസ്ത്രത്തിന് അതിനെപ്പറ്റി ഒരു നിർവചനം നൽകാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യന് കഴിയൂല എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. യസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. യസ്അലൂനക അനിർ റൂഹ്, മനുഷ്യന്റെ റൂഹിനെ പറ്റി നബിയെ ജനങ്ങൾ താങ്കളോട് ചോദിക്കും. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. അപ്പൊ അതിനുള്ള മറുപടി എന്താണ് പറയേണ്ടത്? അർ-റൂഹു മിൻ അംരി റബ്ബി. ഈ റൂഹ് എന്നുള്ളത് എന്റെ റബ്ബിന്റെ വിഷയങ്ങളിൽ പെട്ടതാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. നിങ്ങൾക്ക് വളരെ കുറച്ച് വിജ്ഞാനം, അറിവ് മാത്രമേ അള്ളാഹു നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് ആ റൂഹിനെ സംബന്ധിച്ച് പഠിക്കാനും അതിന്റെ സത്ത എന്താണെന്ന് കണ്ടെത്താനും അതിന് എന്താണ് എന്ന് നിർവചിക്കാനും കഴിയാവുന്ന ഒരു പരുവത്തിലേക്കുള്ള, അല്ലെങ്കിൽ അതിനു മാത്രമുള്ള ഒരു വിജ്ഞാനം, അറിവ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടില്ല. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള, നമ്മുടെയൊക്കെ ശരീരത്തിലുള്ള ഒരു വിഷയമാണിത്. പക്ഷെ അത് എന്താണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. പക്ഷെ അത് ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യവുമാണ്. അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു, വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. അതിന്റെ നന്മയുടെയും തിന്മയുടെയും വശങ്ങളെ അതിന് അള്ളാഹു അറിയിച്ചു കൊടുത്തു, ബോധന നൽകിയിട്ടുണ്ട്, തോന്നിപ്പിച്ചിട്ടുണ്ട്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അതിനെ ശുദ്ധീകരിച്ചെടുത്തവൻ വിജയിച്ചു, അതിനെ മലിനമാക്കിയവൻ പരാജയപ്പെട്ടു. അപ്പൊ നഫ്സ് അതുണ്ട് എന്നുള്ളത് ശരിയാണ്. മനുഷ്യന്റെ ഈ ശരീരത്തെ ശരിപ്പെടുത്തിയതുപോലെ തന്നെ അള്ളാഹു സൃഷ്ടിച്ച് ശരിപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയമാണ് നഫ്സ്, റൂഹ് എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ഒരു പ്രസ്താവനയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അല്ലദീ ഖലഖ ഫസവ്വ. സൃഷ്ടിക്കുകയും അതിന് ശരിയായ ഒരു നിലപാട് നൽകുകയും ചെയ്തവനാണ് അല്ലാഹു. അതുകൊണ്ട് നമ്മൾ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, അത്യുന്നതനായ നിന്റെ റബ്ബിന്റെ നാമത്തെ നിങ്ങൾ പ്രകീർത്തനം ചെയ്യണം. അതിന് മാത്രം ഉണ്ട് എന്നർത്ഥം. നമ്മൾ എത്ര പ്രകീർത്തനം ചെയ്താലും, എത്ര സ്തുതിച്ചാലും, എത്ര വാഴ്ത്തിയാലും മതിയാകാത്ത അത്ര രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾക്കൊക്കെ ആരെങ്കിലും ഒരു ഉപകാരം ചെയ്തു തന്നാൽ നമ്മളതിന് എപ്പോഴും നന്ദിയുള്ളവനായി നന്ദി കാണിക്കും. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ദൈനംദിന ജീവിതത്തിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാ. അതുകൊണ്ട് അങ്ങനെ നൽകിയ ആ റബ്ബിന്റെ ഈ നാമത്തെ നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം, വാഴ്ത്തിക്കൊണ്ടിരിക്കണമെന്ന്. വല്ലദീ ഖദ്ദറ ഫഹദ. പിന്നെ ആ റബ്ബ് നൽകിയത് വല്ലദീ ഖദ്ദറ, എല്ലാറ്റിനും ഒരു നിർണയം നൽകിയിട്ടുണ്ട്. ഫഹദ, എന്നിട്ട് അതിന് മാർഗദർശനം നൽകുകയും ചെയ്തു. തഖ്ദീർ, അള്ളാഹുവിന്റെ നിശ്ചയം, അള്ളാഹുവിന്റെ നിർണയം. ആ നിർണയം എന്നത് ഓരോ സൃഷ്ടിക്കും എത്ര ആയുസ്, എത്ര കാലം അത് ജീവിക്കണമെന്നതും ആ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കണമെന്നതും ആ വിഷയങ്ങൾ എങ്ങനെയായിരിക്കണം, എവിടെ വെച്ചായിരിക്കണം, എപ്പോഴായിരിക്കണം, ഇന്നെത്തിയാതിലുള്ള എല്ലാ കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് അല്ലദീ ഖദ്ദറ എന്ന് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളിലൂടെയായിക്കൊണ്ട് മനുഷ്യർക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഈ തഖ്ദീർ, അവന്റെ ആയുസിന്റെ രൂപത്തിലുള്ള തഖ്ദീർ, അത് ഒരു വിഷയമാണ്.
രണ്ടാമത്തെ അവന്റെ റിസ്ക് മഈശത്ത് എങ്ങനെയാണ് എന്നത് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ സൃഷ്ടിജാലങ്ങൾക്കും അതിന്റെ മഈശത്ത് എങ്ങനെയാണ്, എവിടെയാണ് എന്നത് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും. അല്ല നമ്മുടെ സാമർഥ്യം കൊണ്ടോ നമ്മുടെ നിയന്ത്രണം കൊണ്ടോ നമ്മുടെ സാമർഥ്യം കൊണ്ടോ നമ്മുടെ അധ്വാനം കൊണ്ടോ അല്ല. ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് മറിച്ച് അല്ലത് ഖദ്ദറ, അള്ളാഹു അതെന്തിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖദർ ഓരോ മനുഷ്യനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഓരോ സൃഷ്ടിയെ സംബന്ധിച്ചും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സൃഷ്ടിക്കാൻ പോകുന്നതിന്റെ എത്രയോ മുമ്പ് അത് തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് അള്ളാഹുവിന്റെ ഖദർ. ആ ഖദറിനനുസരിച്ചു കൊണ്ടല്ലാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. അപ്പൊ നമ്മൾക്ക് അള്ളാഹു നമ്മളുടെ ജീവിതത്തിന് ആവശ്യമായ വിഭവങ്ങൾ അത് എത്രയാണ്, ഏതൊക്കെയാണ്, എവിടെയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ യഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ വകുല്ലും ഫീ കിതാബിൻ മുബീൻ. സൂറത്ത് ഹൂദിലെ 6-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ടോ ആ സൃഷ്ടികൾക്കെല്ലാം അതിന്റെ റിസ്ക്, അതിന്റെ ഉപജീവനം അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ. ആ ജീവജാലങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത് എന്നും അവയുടെ സങ്കേതം എവിടെയാണ് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അറിയുന്നുണ്ട്. കുല്ലും ഫീ കിതാബിൻ മുബീൻ, കുല്ലും ഫീ കിതാബിൻ മുബീൻ. എല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ വ്യക്തമായ ഒരു ഗ്രന്ഥത്തില് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിന്റെയും വിഭവം നഷ്ടപ്പെട്ടു പോകൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. അത് എവിടെയാണോ ആ സ്ഥലം നിശ്ചയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ജീവജാലങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്, അവയുടെ ആവശ്യം എന്ത് എന്ന് കൃത്യമായി അറിയുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അതാണ് വല്ലദീ ഖദ്ദറ എന്ന് പറഞ്ഞ താല്പര്യം. ആ തഖ്ദീർ അനുസരിച്ചു കൊണ്ടല്ലാതെ ഒരു കാര്യവും ഇവിടെ സംഭവിക്കുകയില്ല. സൂര്യന്റെ ഉദയങ്ങളും അസ്തമയങ്ങളും അതിന്റെ ചലനങ്ങളും അതിന്റെ കറക്കവും ചന്ദ്രന്റെ ഭ്രമണവും ഭൂമിയുടെ ഭ്രമണവും ഇതെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അത് സഞ്ചരിക്കുകയില്ല. കുല്ലുൻ യജ്രി ഇലാ അജലിൻ മുസമ്മ, കുല്ലുൻ യജ്രി ലിഅജലിൻ മുസമ്മ. സൂറത്തു സുമറിൽ അല്ലാഹു പറഞ്ഞത് അങ്ങനെ. കുല്ലുൻ യജ്രി ലിഅജലിൻ മുസമ്മ. എല്ലാം ഒരു നിശ്ചിതമായ ദിവസത്തിലേക്ക്, ഒരു അവധിയിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക. സൂറത്ത് യാസീനിൽ പറഞ്ഞതാണ് കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. എല്ലാം അള്ളാഹുവിന്റെ ഈ തഖ്ദീർ അനുസരിച്ചുകൊണ്ട്, നിർണയം അനുസരിച്ചുകൊണ്ട് അതങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് അള്ളാഹു എന്നാണോ ഈ അജലും മുസമ്മ എന്നാണോ നിശ്ചയിച്ചിട്ടുള്ളത് അതുവരെ അത് സംഭവിച്ചു കൊണ്ടേയിരിക്കും. അത് അള്ളാഹുവിന്റെ തഖ്ദീറാണ്. ആ തഖ്ദീറിനെ മുൻകടക്കാനോ അതിലേക്ക് എത്താതിരിക്കാനോ ശ്രമിക്കാൻ സൃഷ്ടികൾക്ക് സാധ്യമല്ല. അതിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് തഖ്ദീർ. മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് അംഗീകരിക്കുകയും അത് ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. അപ്പൊ
അപ്പൊ അതിനനുസരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ആവശ്യമായ മാർഗദർശനവും നൽകി. ഫഹദ, അല്ലാഹു ഹിദായത്ത് നൽകി എന്ന. ഹിദായത്ത് രണ്ട് രൂപത്തിലുണ്ട്. ദുനിയവിയായ ഹിദായത്തുണ്ട്, ദീനിയായ ഹിദായത്തുണ്ട്. ദുനിയവിയായ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഓരോ സൃഷ്ടിജാലങ്ങളും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അറിവ്, ബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിജാലങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ബോധം, അറിവ് നൽകിയിട്ടുണ്ട്. റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ വസ്തുക്കൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും സൃഷ്ടിപ്പ് നൽകിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സുമ്മ ഹദാ, ആ സൃഷ്ടിപ്പ് നൽകുക മാത്രമല്ല, അതിന് ജീവിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഇതെല്ലാറ്റ് ജീവജാലങ്ങൾക്കും നൽകിയിട്ടുണ്ട്, മനുഷ്യനും നൽകിയിട്ടുണ്ട്. ദുനിയാവിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എനിക്കുള്ള ഭക്ഷണം എന്താണ്, ഞാൻ എന്താണ് കഴിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള അറിവും ബോധവും എനിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ ഭക്ഷണം എങ്ങനെയാണ് സമ്പാദിക്കേണ്ടത്, അത് എങ്ങനെയാണ് അധ്വാനിക്കേണ്ടത്, ആ അറിവും അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും നൽകി. എല്ലാതും അതനുസരിച്ചു കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ൽ ഒരു അധ്യായം ഉണ്ടല്ലോ, വഔഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതൻ വമിനശ് ശജരി വമിമ്മാ യഅരിശൂൻ ثم كلي من كل الثمرات فسلكي سبل ربك ذللا يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس إن في ذلك لآية لقوم يتفكرون وأوحى ربك إلى النحل. നിന്റെ റബ്ബ് തേനീച്ചക്ക് ബോധനം നൽകിയിട്ടുണ്ട്. അനിത്തഖിദി മിനൽ ജിബാലി ബുയൂത, പർവ്വതങ്ങളിൽ, മലകളിൽ നീ അതിന്റെ കൂടുണ്ടാക്കണമെന്നത്. വമിനശ് ശജരി, മരങ്ങളിലും, വമിമ്മാ യഅരിശൂൻ, നിങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന മറ്റു കൃഷി സ്ഥലങ്ങളിലും വൃക്ഷങ്ങളിലും മരങ്ങളിലുമെല്ലാം നിങ്ങൾ തേനീച്ച കൂടുകൂട്ടണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകിയിട്ടുള്ള ഒരു ബോധനമാണ്. സുമ്മ കുലി മിൻ കുല്ലി സമറാത്ത്, എന്നിട്ട് എല്ലാ പഴങ്ങളിൽ നിന്നുമുള്ള അതിൻ്റെ തേനിനെ, അതിൻ്റെ സത്തയെ അത് ഭക്ഷിക്കണം. ഫസുലുക്കി സുബുല റബ്ബിക്ക് ദുലല, വിനയത്തോടുകൂടി, എന്നിട്ട് നിന്റെ റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് പ്രവേശിക്കണം. അപ്പൊ ഓരോ സ്ഥലങ്ങളിലും പോയി ആ തേനീച്ച അതിന്റെ വിഭവങ്ങൾ ശേഖരിച്ച് ഫസുലുക്കി സുബുല റബ്ബിക്ക് ദുലല, എന്നിട്ട് നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് നീ വിനയത്തോടുകൂടി തിരിച്ചു വരണം. യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ, എന്നിട്ട് അതിന്റെ വയറ്റിൽ നിന്ന്, ആ തേനീച്ചയുടെ വയറ്റിൽ നിന്ന് ഒരു പദാർത്ഥം, ഒരു പാനീയം പുറത്തു വരുന്നു. മുഖ്തലിഫൻ അൽവാനുഹു, മുഖ്തലിഫുൻ അൽവാനു, അത് വ്യത്യസ്തമായ നിറങ്ങൾ അതിനുണ്ടാവും. ഫീഹി ശിഫാഉൻ ലിന്നാസ്, അതില് മനുഷ്യർക്ക് ശിഫയുണ്ട്, ശമനമുണ്ട്. രോഗത്തിന് ശമനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മരുന്നുണ്ടാക്കുന്ന ആ ഒരു വകുപ്പ് നോക്കി നിങ്ങൾ, നമ്മൾക്ക് വേണ്ടിയിട്ട് അല്ലാഹു സംവിധാനിച്ചൊരു സംവിധാനം. ആ തേനീച്ചയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തേൻ ഉണ്ടാക്കിയിട്ട് അതിന് കാര്യമായിട്ടൊരു പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. നേരെ മറിച്ച് ആ തേന് കൊണ്ടുള്ള എല്ലാ നേട്ടവും അതിന്റെ പ്രയോജനവും അനുഭവിക്കുന്നത് ആരാ? മനുഷ്യൻ. മനുഷ്യന്റെ ശമനത്തിനു വേണ്ടി, മനുഷ്യന്റെ രോഗം സുഖമാകാൻ ആവശ്യമായ
മരുന്ന് ഉൾക്കൊള്ളുന്ന ഔഷധമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉൽപ്പാദിപ്പിച്ചു തന്നത്. നമ്മളെപ്പോലെയുള്ള ഒരു ചതിയുടെയും വഞ്ചനയുടെയും അതേപോലെ തന്നെ കൃത്രിമത്വത്തിന്റെയും ഒക്കെ ഒരു മനസ്സായിരുന്നു ആ തേനീച്ചക്ക് എങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിങ്ങൾ അല്ലേ? പക്ഷെ ആ തേനീച്ച അതിന്റെ ദൗത്യം കൃത്യമായി നിർവഹിക്കുകയാണ്. ഒരു വിഷം വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുന്ന നമുക്കത് നൽകുന്നില്ല. ഒരു ചീത്തയായ എന്തെങ്കിലും ഒരു വസ്തുക്കൾ സ്വീകരിച്ചിട്ട് നമ്മൾക്കത് തേനായി നൽകുന്നില്ല. വളരെ ഔഷധമുള്ള നല്ല ചെടികളുടെ പൂവുകളിൽ പോയിട്ടാണ് അതെന്ത് ചെയ്യുന്നത്, ശേഖരിക്കുന്നത്. നമ്മളെന്താ ചെയ്യണത്? നമ്മൾ നമ്മുടെ സഹജീവികൾക്ക് തിന്നാൻ കൊടുക്കുന്ന ഭക്ഷണമായി നൽകുന്നതിൽ എല്ലാറ്റിലും മായമാണ്, കൃത്രിമം. എന്തെല്ലാം കൃത്രിമങ്ങളാണ് ഇപ്പൊ അടുത്ത കാലത്ത് പേപ്പറിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താ? പ്ലാസ്റ്റിക്കിന്റെ അരി നമ്മുടെ നാട്ടില്. സുബ്ഹാനല്ലാഹ്. അത് നമ്മൾ അനുഭവിക്കണം. കാരണം എന്താണെന്ന് വെച്ചാല് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന നല്ലത് തിന്നാൻ നമ്മൾക്ക് എന്തില്ല, മനസ്സില്ല. അപ്പോ ഇങ്ങനെയുള്ള കൃത്രിമങ്ങൾ കാണിച്ചിട്ട്, അതേപോലെ തന്നെ അടുത്ത പാലുണ്ടാക്കുന്ന ഒരു സംവിധാനങ്ങൾ കണ്ടിട്ടുണ്ടാവും. മിൽക്ക് ഉണ്ടാക്കുന്ന സംവിധാനം. ഫെവിക്കോൾ കലക്കുക. ഫെവിക്കോൾ കലക്കിയിട്ട് അത് കട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഫെവിക്കോൾ കലക്കിയിട്ട് അതിൽ കുറച്ച് രാസപദാർത്ഥങ്ങൾക്ക് ഒരു കുറച്ച് പാലും പിന്നെ ബാക്കി വെള്ളവും. ഇതാണ് എന്ത് ചെയ്യണത്, മനുഷ്യന് പാലാണ് എന്ന് പറഞ്ഞിട്ട് ചായ ഉണ്ടാക്കാനും മിഠായി ഉണ്ടാക്കാനും മധുരപലഹാരങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് കൊടുക്കുന്നത് ഫെവിക്കോള്. എന്താണ് അതിന്റെ പിന്നിലെ താല്പര്യം? എളുപ്പത്തിൽ കുറച്ച് പൈസ കിട്ടണം. അതിന് സ്വന്തം സഹജീവികളെ നശിപ്പിച്ച് കൊന്നുകളഞ്ഞാലും പ്രശ്നമില്ല, എന്ത് ചെയ്താലും പ്രശ്നമില്ലാത്ത രൂപത്തിലാണ് മനുഷ്യന്റെ ഒരു സമീപനം. ഏത് വിഷയങ്ങളിലും അങ്ങനെയാ. എല്ലാ കാര്യങ്ങളിലും മനുഷ്യൻ എന്ത് ചെയ്യാണ്, ഏറ്റവും നന്ദി കെട്ട വൃത്തികെട്ടവനായി മാറുകയാണ്. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റു സൃഷ്ടിജാലങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവയെല്ലാം അവയുടെ ദൗത്യം കൃത്യമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. നമ്മൾക്ക് അല്ലാഹു ഇവിടെ ജീവിക്കാൻ ആവശ്യമായ ഹിദായത്ത്, എങ്ങനെയാണ് മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്നുള്ളതിനുള്ള മാർഗദർശനം അല്ലാഹു നൽകിയിട്ടുണ്ട്. മറ്റുള്ള സൃഷ്ടിജാലങ്ങൾക്ക് നൽകിയതുപോലെ തന്നെ എൻ്റെ ആവശ്യത്തിന് ഉള്ള വിഭവങ്ങൾ ഞാൻ എങ്ങനെയാണ് ശേഖരിക്കേണ്ടത്, ഞാൻ എന്താണ് അധ്വാനിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അറിവ് നൽകിയിട്ടുണ്ട്. പക്ഷെ അത് പോരാ. അത്യാർത്തിയാണ്, അത്യാഗ്രഹമാണ്, ദുരാഗ്രഹമാണ് മനുഷ്യന്. അപ്പൊ എന്ത് ചെയ്യും? അതിൽ കൃത്രിമങ്ങൾ കാണിക്കാൻ, വഞ്ചനയും ചതിയും കാണിക്കാൻ, അതിക്രമം കാണിക്കാൻ, നെറികേട് കാണിക്കാൻ മനുഷ്യനെ അത് പ്രേരിപ്പിക്കുന്നു. നേരെ മറിച്ച് ഈ ഒരു തേനീച്ച അത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങള്. എന്നിട്ട് തന്നെ ഈ കാട്ടിൽ നിന്നൊക്കെ കിട്ടും തേൻ എന്താണ്, അതിൽ നമ്മൾ കൃത്രിമം കാണിക്കുക. കാട്ടുചെടികളുടെ വള്ളികളൊക്കെ കുത്തിച്ചതച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് എന്ത് ചെയ്യുക, തേനിന് കട്ടിയുണ്ട് എന്ന് തീർക്കാൻ, എന്നിട്ട് ശർക്കരയും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് തേനാണെന്ന് പറഞ്ഞിട്ട് വെക്കുക. മൃഗങ്ങൾ, ജന്തുക്കൾ, ജീവജാലങ്ങൾ, പക്ഷികൾ, പ്രാണികൾ ചെയ്യാത്ത ക്രൂരതയാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനും ഈ ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്, മറ്റുള്ള സൃഷ്ടിജാലങ്ങൾക്കും ഈ ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്. മറ്റുള്ള സൃഷ്ടിജാലങ്ങൾ ആ ഹിദായത്ത് അനുസരിച്ചു കൊണ്ടാണ് ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഭൗതികമായ രൂപത്തിലുള്ള ആ ഒരു ഹിദായത്ത്, മാർഗദർശനം റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും നൽകിയിട്ടുണ്ട്. ആ നൽകിയ ആ ഹിദായത്ത് അനുസരിച്ചു കൊണ്ടാണ് എല്ലാം ജീവിക്കേണ്ടത്. പക്ഷെ മനുഷ്യൻ അതിന് വിരുദ്ധമായ രൂപത്തിലുള്ള സമീപനമാണ് കൈക്കൊള്ളുന്നത്. എന്നാൽ ഈ ജീവജാലങ്ങൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ഒരു ഹിദായത്ത് നൽകി. വല്ലദീ ഖദ്ദറ ഫഹദ. എല്ലാറ്റിനും എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് ഹിദായത്ത് നൽകിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. രണ്ടാമത്തെ ഒരു ഹിദായത്തുണ്ട്, ദീനിയായ ഹിദായത്ത്.
ദീനിയായ ഹിദായത്ത് അല്ലാഹു മനുഷ്യർക്ക് മാത്രമായി നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. മറ്റുള്ള ജീവജാലങ്ങൾക്ക് അല്ലാഹു നൽകിയ ഭൗതികമായ ഹിദായത്ത്, മനുഷ്യർക്ക് ഭൗതികമായ ഹിദായത്തും നൽകിയിട്ടുണ്ട്, ആത്മീയമായ ദീനിയായ ഹിദായത്തും അല്ലാഹു നൽകിയിട്ടുണ്ട്. അപ്പോൾ ഭൗതികമായ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള നിയമങ്ങളും വ്യവസ്ഥകളും അറിവും ബോധനവും നൽകി. അതോടൊപ്പം മനുഷ്യന്റെ ആത്യന്തികമായ ജീവിതം, ശാശ്വതമായ ജീവിതം മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. ആ ജീവിതത്തിൽ എങ്ങനെയാണ്, ആ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ, അവിടെ നേട്ടമുണ്ടാകാൻ, പരാജയമില്ലാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന ഹിദായത്താണ് ദീനിയായ ഹിദായത്ത് എന്ന് പറയുന്നത്. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഒരു മഹത്തായ അനുഗ്രഹമാണ്. വലികുല്ലി ഖൗമിൻ ഹാദ്, എല്ലാ ജനങ്ങൾക്കും എന്തുണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ആ ഹിദായത്തിലേക്ക് വെളിച്ചം നൽകാൻ വേണ്ടി, ആ ഹിദായത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗം പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളെ നിയമിച്ചു കൊടുത്തിട്ടുണ്ട്, നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. وَإِن مِّنْ أُمَّةٍ إِلَّا خَلَا فِيهَا نَذِيرٌ, ഒരു സമൂഹത്തിനും ഇത്തരത്തിലുള്ള ഈ മുന്നറിയിപ്പ് താക്കീത് നൽകാത്ത ഒരു സമൂഹവും ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ്. അപ്പൊ മനുഷ്യ സമൂഹത്തിന് ഈ ഹിദായത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഭൗതികമായ രൂപത്തിലുള്ള ആ ഹിദായത്ത് മറ്റുള്ള ജീവജാലങ്ങൾക്കും മൃഗങ്ങൾക്കും ഒക്കെ കിട്ടിയതുപോലെ മനുഷ്യനും കിട്ടിയിരുന്നു. അത് പോരാ. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന് ഈ ഭൗതിക ജീവിതത്തോടു കൂടി അവന്റെ ജീവിതം അവസാനിക്കുകയല്ല. മനുഷ്യന് ഭൗതിക ജീവിതത്തോടു കൂടി മനുഷ്യന്റെ പുതിയ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ് ആരംഭിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടാണ് മനുഷ്യന്റെ യഥാർത്ഥ ജീവിതം. ആ ജീവിതത്തില് മനുഷ്യന് നന്മയുണ്ടാകണം. ആ ജീവിതത്തില് മനുഷ്യന് വിജയമുണ്ടാകണം. അതിനാവശ്യമായ രൂപത്തിലുള്ള ഹിദായത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെയായി മനുഷ്യലോകത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. ആ ഹിദായത്ത് ഒന്നേ ഉള്ളൂ. ഹിദായത്തുകൾ എന്നില്ല, ഹിദായത്ത് ഒന്നേ ഉള്ളൂ. അല്ലാഹു പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചു കൊടുത്ത ഹിദായത്ത് മാത്രം. ആ ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അവരിൽ നിന്നുള്ള പ്രവാചകനെ അവർക്ക് നിയോഗിച്ചു കൊടുത്തു എന്നത്. ഈ ഹിദായത്ത് പഠിപ്പിച്ചു കൊടുക്കാനാണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഇതിനെ സംബന്ധിച്ച് ഒരു വിവരവുമില്ലാതിരുന്ന ജനസമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ നിയോഗിച്ചുകൊണ്ട് അല്ലാഹുവിൽ നിന്ന് അവതരിപ്പിച്ചു കൊടുക്കുന്ന ആയത്തുകൾ ഓതിക്കേൾപ്പിച്ച് പഠിപ്പിച്ചു കൊടുത്ത് സംസ്കരിച്ച് വളർത്തിയെടുത്ത് ഈ ഹിദായത്തിലൂടെ ജീവിച്ച് ഹിദായത്തിലൂടെ സഞ്ചരിച്ച് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റാവുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നിർവഹിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികളെ മുന്നിലിരുത്തിയിട്ട് മണലിൽ കുറേ വരകൾ വരച്ചു. എന്നിട്ട് അതിനോട് സമാനമായിട്ട് നേരെ ഒരു വളവില്ലാത്ത ഒരു രേഖ, ഒരു വരയും വരച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله وأن هذا صراطي مستقيما.
ഇതാണ് എൻ്റെ നേരായ മാർഗം, സിറാത്തുൽ മുസ്തഖീം ഇതാണ് എന്ന് പഠിപ്പിച്ചു. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഒരുപാട് വരകൾ വരച്ചു. അതൊന്നും സിറാത്തുൽ മുസ്തഖീം അല്ല, അതൊന്നും ഹിദായത്തിന്റെ മാർഗമല്ല. വലാ തത്തബിഉസ് സുബുല, ഇതിനോട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിക്കൊണ്ട് കാണുന്ന ഒരുപാട് വരകളുണ്ട്, തലങ്ങും വിലങ്ങും ഒക്കെ ആയിട്ട് എവിടെയും എത്താത്ത കുറെ വരകളുണ്ട്. അത് നിങ്ങൾ പിൻപറ്റരുത്. വലാ തത്തബിഉസ് സുബുല, ആ മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. ഫതഫറഖ ബികും അൻ സബീലിഹി, എന്നാൽ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോവും, പിഴച്ചുപോകും. അപ്പൊ സിറാത്തുൽ മുസ്തഖീമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഹിദായത്ത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് നാഥാ ഞങ്ങളെ നീ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കണം നമ്മൾ. ആ ഹിദായത്ത് ദീനിയായ ഹിദായത്താ. ആ ഹിദായത്താണ് നമ്മൾ കാര്യമായി പഠിക്കേണ്ടതും പിൻപറ്റേണ്ടതും. ആ ഹിദായത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ നമ്മുടെ ജീവിതം ആകെ താളം തെറ്റിപ്പോവും. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല. എവിടെയെങ്കിലും പോയി കൂട്ടിമുട്ടി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി അപകടത്തിൽ പെടും. സിറാത്തുൽ മുസ്തഖീമിലൂടെ നേരെ പോയാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിഭാവനം ചെയ്തിട്ടുള്ള സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഈ രണ്ട് രൂപത്തിലുള്ള ഹിദായത്ത് മനുഷ്യർക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ദുനിയവിയായ ഹിദായത്ത് മനുഷ്യന്റെ ഭൗതികമായ കാര്യങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയെല്ലാം പ്രവർത്തിക്കണം, എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ബോധനം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും നൽകിയ കൂട്ടത്തില് മനുഷ്യർക്കും നൽകി. രണ്ടാമത്തെ ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് മാത്രമായി നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. അത് ദീനിയായ ഹിദായത്ത്, ആത്മീയമായ പരലോകത്തിലേക്ക് വിജയം നേടിയെടുക്കാനുള്ള ഹിദായത്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് ഹിദായത്തും മനുഷ്യൻ പഠിക്കണം. ഈ രണ്ട് ഹിദായത്തും മനുഷ്യൻ കാര്യമായി അതിലൂടെ പ്രവേശിക്കുകയും ആ രണ്ട് ഹിദായത്തും കിട്ടാനും ആ രണ്ട് ഹിദായത്തിലൂടെയും സഞ്ചരിക്കാനും അധ്വാനിച്ചെങ്കിലേ മനുഷ്യർക്ക് അവന്റെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ. ദുനിയാവിലെ ഹിദായത്തിന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചെന്നുള്ള ഹിദായത്ത് അനുസരിച്ച് കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് മഈശത്ത്, നമ്മുടെ റിസ്ക് അള്ളാഹു നൽകും. അത് എവിടെയാണോ എത്തിയിട്ടുള്ള അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് അവിടേക്കുള്ള ഹിദായത്ത് അള്ളാഹു നമുക്ക് നൽകും. അങ്ങനെ നമ്മളൊക്കെ ഇവിടെ എത്തിയത്. അള്ളാഹു നമ്മൾക്കുള്ള ആ റിസ്ക് ഇവിടെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുള്ള ഹിദായത്ത്, അതിനുള്ള വഴി, അതിനുള്ള മാർഗം അള്ളാഹു നമുക്ക് തോന്നിച്ചു തന്നു. അല്ലെങ്കിൽ മറ്റാരെങ്കിലും അതിന് കാരണമായിട്ടുണ്ടാവും. മറ്റാരുടെയെങ്കിലും സഹായത്തോടു കൂടിയായിരിക്കും നമ്മളിവിടെ എത്തിയിട്ടുണ്ടാകുക. അങ്ങനെ ലക്ഷക്കണക്കിന് മനുഷ്യന്മാര് അവരുടെ റിസ്ക് തേടിക്കൊണ്ട് അള്ളാഹു കൊടുത്തിട്ടുള്ള ആ ഹിദായത്ത് അനുസരിച്ചുകൊണ്ട് അവിടേക്ക് എത്തിപ്പെടും. അത് ഭൂമിയുടെ ഏത് ഭാഗത്താണോ ആ ഭാഗത്തേക്ക് സ്വാഭാവികമായിട്ടും അവനെത്തും എന്നത് അള്ളാഹുവിന്റെ തഖ്ദീറാണ്, നിശ്ചയമാണ്. വേണ്ടാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, നമ്മൾ എന്താവും അവിടേക്ക് എത്തിപ്പെടും. അങ്ങനെ ചിലപ്പോഴൊക്കെ പലരും ഗൾഫൊക്കെ നിർത്തി പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ചു കൊണ്ട് പോകും.